ഏജനറ്റ് ടീം ഇപ്പം ശരിയാക്കി തരാം. ഏജനറ്റ് ടീം വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പാലത്തുംകടവ് പള്ളിയുടെ മുന്നിലാണ്. ഇന്ന് ഞങ്ങൾ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇപ്പോൾ ശരിയാക്കി തരാം പരമ്പര ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത്. കാരണമൊന്നുമല്ല, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഏജനറ്റ് പരമ്പര 67ാമത്തെ എപ്പിസോഡിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രായമായ ഒരു ചാച്ചനും അമ്മയും ഇവിടെ ഈ പാലത്തുംകടവ് പൊട്ടിച്ചപ്പാറയിൽ വനാതിർത്തിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമോ, സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടാകുമോ എന്നൊരു വാർത്ത, ഇവരുടെ ഒരു വിഷമം ചൂണ്ടിക്കാണിച്ചാണ് ഞങ്ങൾ ആ വാർത്ത അധികൃതരിലേക്കും ജനങ്ങളിലേക്കും എത്തിച്ചത്. ഇപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വികാരി അച്ഛൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛ, വളരെ സന്തോഷമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ? ആദ്യമേ തന്നെ ഏജനറ്റിലെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ പുറം ലോകത്തെ അറിയിച്ചത് ഏജനറ്റിലൂടെയാണ്. അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മെമ്പറുണ്ട്, ഞങ്ങളുടെ ബിജോയ് മെമ്പർ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനപരമായിട്ട് ഈ ഒരു വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞ് ഇന്ന് ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തെ അവർ AKCC നമ്മുടെ കത്തോലിക്ക കോൺഗ്രസ് കുന്നോത്ത് ഫൊറോന ഈ ഒരു പ്രശ്നത്തെ ഏറ്റെടുക്കുകയും അവർ ഒരു വീട് കണ്ടെത്തി. ആനപ്പന്തിയിൽ ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് തൽക്കാലത്തേക്ക് അവരെ അങ്ങോട്ടേക്ക് പുനരുദ്ദേശിപ്പിക്കാമെന്ന് അവർ തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രിയപ്പെട്ട ചാച്ചനെ അമ്മച്ചി ഇവിടുന്ന് ആനപ്പന്തിക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിനെ പിന്നെ പ്രവർത്തിച്ച് എല്ലാവരെയും അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം പ്രത്യേകമായി ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് ഏജനറ്റിലെ മാധ്യമ സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട വാർഡ് മെമ്പറേയും അതുപോലെ ഇത് പുനരുദ്ദേശിപ്പിക്കാൻ വേണ്ടി നേതൃത്വം ഏറ്റെടുത്ത AKCCയുടെ രൂപത ഡയറക്ടറുണ്ട്, അതുപോലെ ഫൊറോന പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്, ഭാരവാഹികളുണ്ട്, അതുപോലെ ആനപ്പന്തി ഇടവകയിലെ വികാരിച്ചനും ഇടവക സമൂഹം. അവരാണ് ഈ ഒരു വാർത്ത കണ്ട ഉടനെ തന്നെ എന്നെ വിളിച്ച് ഇങ്ങനെ ഞങ്ങൾ ഒരു വീടുണ്ട്, ആ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവർ കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മക്കളുടെയൊക്കെ ഒരു അംഗീകാരം കൊണ്ട് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് താമസിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതൊരു കാരുണ്യത്തിൻ്റെ ദിനമാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്ക് തുടർന്നും ഈ ഒരു കുടുംബത്തെ ഒരു വീടൊക്കെ പണിത് സ്വന്തമായിട്ടൊരു വീടും അതുപോലെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ളൊരു കുറച്ചുകൂടി പ്ലാനുകളുണ്ട്. അതിലെ പ്രവർത്തികത്തിൽ എത്തിയാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വികാരി അച്ഛൻ്റെ വാക്കുകളാണ് കേട്ടത്. വളരെ ഒരു സന്തോഷ ദിനമാണ് ഇന്ന് ഈ പാലത്തുംകടവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ വളരെ ഒരു കഠിനമായിട്ടുള്ളൊരു യാത്രയാണ് അങ്ങോട്ടേക്ക്, അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഈ പള്ളിമുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് ഈ യാത്ര തിരിക്കാം. ഞങ്ങൾ ആരംഭിച്ചത് ഒരു കപ്പലയുടെ മുന്നിൽ നിന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് ഈ പള്ളിയുടെ മുന്നിലാണ്, പാലത്തുംകടവ് പള്ളിയുടെ മുന്നിൽ നിന്നാണ്. നമുക്ക് ആ യാത്രയിലേക്കൊന്ന് പോവാം. നൂറിരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന വചനത്തിലൂടെ ലഭിച്ച ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ഈ പ്രഭാതം മുതൽ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. വളരെ വർഷങ്ങളായിട്ടുള്ള ഈ കുടുംബത്തിൻ്റെ വലിയ ഒരു നീർന്ന വേദനയെ ഈശോയെ അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിച്ചതിനെ നന്ദി പറയുകയാണ്. ഇവരുടെ വിഷമങ്ങൾ പുറം ലോകം അറിയുവാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാ കാര്യങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലത്തുംകടവ് പള്ളിയിൽ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങളുടെ സ്വന്തം നമ്മുടെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും വീട്ടിലെത്തി. ഇപ്പോൾ വികാരി അച്ഛൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ ഇവിടുന്ന് ഇറങ്ങുകയാണ്. വളരെ സന്തോഷത്തിലാണ് നമ്മുടെ അമ്മച്ചിയും ചാച്ചനൊക്കെ ഉള്ളത്. അപ്പോൾ അമ്മച്ചി ഇതാ ഇങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി വളരെ സന്തോഷത്തിലാണുള്ളത്. അമ്മച്ചി വളരെ സന്തോഷമായി. എനിക്ക് സന്തോഷമായി. ദൈവം അനുഗ്രഹിച്ചു. ഓക്കെ. അപ്പോൾ അമ്മച്ചി വളരെ സന്തോഷത്തിലാണുള്ളത്. അപ്പം ഇവരെ ഒരുപാട് നാട്ടുകാരൊക്കെ കൂടെയുണ്ട്. ഇവിടെ വന്ന് ഇവരെ ഇന്നത്തെ ദിവസം ഇവരെ ഇവിടുന്ന് യാത്ര അയക്കുകയാണ് ആനപ്പന്തിയിലേക്ക്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉണ്ട്. വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. നമുക്ക് ഇവരുടെ കൂടെ ഈ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും നാട്ടുകാരുടെയും കൂടെ നമുക്ക് ആനപ്പന്തിയിലേക്ക് ഇവരെയും കൂട്ടി നമുക്ക് ആ ഒരു ഇവരുടെ പുതിയ വീട്ടിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇപ്പോൾ ചാച്ചനെ എടുത്തുകൊണ്ട് വരികയാണ്.
ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി അവിടെ ജീവിച്ച ഞങ്ങൾക്കിപ്പോൾ സന്തോഷമായിരിക്കുന്നു. സന്തോഷമായി. പ്രിയപ്പെട്ട ചാച്ചനെ അമ്മച്ചിയെ നമ്മൾ വലിയ മലമുകളിൽ നിന്ന് അല്പം കൂടെ സൗകര്യപ്രദമായ ഒരു നാട്ടിലേക്ക് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ കണ്ട് മനസ്സിലാക്കി സാഹചര്യങ്ങളെ വിലയിരുത്തി ബഹുമാനപ്പെട്ട ജോൺ പോളച്ചനും വാർഡ് മെമ്പർ ബിജോയി, അതുപോലെ തന്നെ മറ്റ് ഏജന്റന്റെ പ്രവർത്തകര്, ദീപികയുടെ കുടുംബത്തിലെ അംഗങ്ങൾ, ഇവരെല്ലാമാണ് ഇതാദ്യം നമ്മുടെ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അത് നമുക്കറിയാം, ഒരു കാര്യം എത്രയോ പേരുടെ സഹകരണം കൊണ്ടും നല്ല മനസ്സുകൊണ്ടുമാണ് ഇത്രയും മാത്രം വിജയത്തിലെത്തിയെന്ന് നമുക്ക് മനസ്സിലാകാം. ഓരോ കാര്യങ്ങൾ ഇതുപോലെ മനുഷ്യരുടെ മനസ്സിൽ എത്താത്ത ചില കാര്യങ്ങളെ, അല്ലെങ്കിൽ മനുഷ്യരുടെ കൺമുമ്പിൽ എത്താത്ത ചില കാര്യങ്ങളെ മാധ്യമങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് ഉത്തരവാദിത്തപ്പെട്ട ആത്മീയപിതാക്കന്മാർ അത് തിരിച്ചറിഞ്ഞ് അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട കരങ്ങളിൽ ഏൽപ്പിക്കാനായിട്ട് മനസ്സാവുന്നു. അത് ഏറ്റെടുക്കുന്ന ഒരു ജനത മുഴുവൻ ഒന്നിച്ച് ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ചു ചേർന്ന് ഏറ്റെടുക്കുന്നു. ഇതെല്ലാമാണ് നമ്മുടെ മാനുഷികത എന്ന് പറയുക. ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തോടുകൂടെ പ്രത്യേകിച്ച് നല്ല സംരായന്മാരായി എൻ്റെ അയൽക്കാരൻ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ആർക്കെല്ലാം സഹായമുണ്ടോ അവരെല്ലാം നമ്മുടെ അയൽക്കാരാണ്. അതിന് ആ അയൽക്കാരനെ കണ്ടെത്താനായിട്ട് ഒത്തിരിയേറെ പേരുടെ കരങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഉരുൾപൊട്ടലിന്റെ വലിയ കെടുതികൾ അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങളുണ്ട്. നമുക്കെല്ലാം അവിടെ പോയി സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് അനുകൂലമല്ല, അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് ദൈവം നമുക്ക് നൽകിയ ഒരു മനുഷ്യൻ, ഒരു കുടുംബം, അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർക്ക് വലിയ സാന്നിധ്യമായി, സഹായമായി, കരുണയുടെ ഭാവങ്ങളായി നമ്മൾ മാറേണ്ടവരാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് നമുക്ക് ലഭ്യമാകുകയാണ്. അതിന്റെ ആവശ്യമായ സഹായ സഹകരണങ്ങളെല്ലാം നൽകിയ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, ആത്മീയ പിതാക്കളിൽപ്പെട്ട നമ്മുടെ ജോൺ പോളച്ചൻ ഉണ്ട്. ഇവരെല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി, അമ്മച്ചി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ ഈ ഇടവകയിലെ ദൈവജനം അവരെ രണ്ടു കൈ നീട്ടി ഇവരെ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് AKCC, അതുപോലെ മാതൃവേദി അംഗങ്ങള്, നമ്മുടെ ഇടവക സമൂഹം മുഴുവനായിരുന്നു ഇവരെ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാലത്തങ്കടവും അതുപോലെ തന്നെ ആനപ്പന്തി ഇടവകയുമായിട്ടുള്ള നല്ലൊരു ബന്ധം വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ ഞങ്ങളുടെ ഒരു കുടുംബത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ അമ്മച്ചിയും ചാച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇനിയും വന്ന് അന്വേഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വരുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അന്വേഷിക്കും. ഞങ്ങൾ തീർച്ചയായിട്ടും കുറവുകളൊന്നുമില്ലാതെ ഞങ്ങളുടെ ഇടവക സമൂഹവും ഇവരെ പരിപാലിക്കുന്നതായിരിക്കും, സൂക്ഷിക്കുന്നതായിരിക്കും. അതാണ് ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന്റെ മക്കളായ നമുക്ക് എല്ലാവർക്കും ഒരു സ്വർഗീയ പിതാവിന്റെ ഒരു പിതൃത്വം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അവിടെ നമ്മളെല്ലാം സഹോദരങ്ങളാണെന്ന് തിരിച്ചറിവോടുകൂടെ നമുക്ക് വേദനിക്കുന്ന മനുഷ്യർക്ക് അത്താണിയായി തീരാം. സഹായം കൊണ്ട് സിസ്റ്റർ പണിത്, അല്ലെങ്കിൽ വീതത്തിൽ നിന്ന് പണിതിരിക്കുന്ന ഒരു വീടാണിത്. സിസ്റ്റർ അവധിക്ക് വരുമ്പോഴാണ് താമസിക്കുന്നത്. അതേസമയം സിസ്റ്ററിന് ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭവനം ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ഇതിനോട് മുമ്പോട്ട് ഇറങ്ങാനായിട്ട് സാധിച്ചത്. ഇങ്ങനൊരു ഭവനം, നല്ലൊരു ഭവനം, ഒരു പള്ളിയുടെ എല്ലാവിധ ഒരു ചാപ്പലിൻ്റെതായ രീതിയിലെല്ലാം പരിശുദ്ധമായ ഒരു വീടാണ്. അപ്പോൾ അതിലേക്ക് തന്നെയാണ് അമ്മച്ചിയെ കൊണ്ട്, ചാച്ചനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് ഇറങ്ങാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഓർക്കുന്ന ഒരിക്കൽ കൂടെ ഒന്ന് നന്ദി പറയേണ്ടത് നമ്മുടെ ഏജന്റന്റെ റിപ്പോർട്ടർ. എപ്പോഴും എനിക്ക് മലയോര മക്കളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ള ഒരാളാണ്. എപ്പോഴും എവിടെയെങ്കിലും വന്യമൃഗ ശല്യം ഉള്ളപ്പോഴോ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഓടി വരുന്നതിൻ്റെതാണ് പേരെന്ന് പറയാമോ? ശ്രീകേഷ്. അദ്ദേഹം മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും റിപ്പോർട്ടറായിട്ട് ഈ വലിയ മലയെല്ലാം കയറി. അതുപോലെ തന്നെ ബിജു, ദീപികയുടെ റിപ്പോർട്ടറാണ്. ഇവരെല്ലാമാണ് ഇത് പുറത്ത് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ബിജോയ് പ്ലാത്തോട്ടം, മേരി ചേച്ചിയുണ്ട്, ഞങ്ങളുടെ വാർഡ് മെമ്പർ ഷാജിയുണ്ട്.
ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രമുഖരായ ആൾക്കാരുണ്ട്. ഇവരെല്ലാം നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ KCCയുടെ ഗ്ലോബൽ ഓർഗനൈസർ ബെന്നി പുതിയാമ്പുറമുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് AKCയുടെ പ്രസിഡന്റ് ഷാജു, അതുപോലെ തന്നെ ഇന്നലെ ചാച്ചനെ അവിടെ പോയി കണ്ട മത്തായി, ഞങ്ങളുടെ കൈക്കാരൻ, ഇപ്പോഴത്തെ ഇവിടെയുള്ള നമ്മുടെ കൈക്കാരന്മാര് ബേബിച്ചേട്ടൻ, നമ്മുടെ തോമൻ ചേട്ടന്മാര്, ബേബിച്ചേട്ടൻ, ഇവരെല്ലാം ഓർമ്മിക്കുന്നു നന്ദിയോടെ. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്, കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ ഇടവകയിലെ മാതൃവേദി അംഗങ്ങൾ, അതിന്റെ ആനിമേറ്ററായ സിസ്റ്റർ മേരി, അതുപോലെ തന്നെ പ്രസിഡന്റ്, പിന്നെ നമ്മുടെ പാലത്തിനുള്ള സിസ്റ്റർമാർ വന്നിട്ടുണ്ട്. സിസ്റ്റർമാർ എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ചാച്ചനമ്മയ്ക്ക് സുഖമാകട്ടെ, ഇവിടെ വളരെ സന്തോഷകരമായ അനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇങ്ങനെ വാർത്ത പങ്കുവെച്ചപ്പോൾ അത് ആദ്യം തന്നെ റെസ്പോണ്ട് ചെയ്തത് ആനപ്പന്തി ഇടവകക്കാരാണ്. നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ബിജുവച്ചനും ഹിറ്റാന്മാരുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. KCCയുടെ ഭാരവാഹികള്, മാതൃവേദി അംഗങ്ങൾ, ആരെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പാലത്തിങ്ക ഇടവകയോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അങ്ങനെ നമ്മളിപ്പോൾ ആനപ്പന്തി ഇടവകയിലെ അമ്മ വീട്ടിൽ, ആനപ്പന്തിയിലുള്ള അമ്മ വീട്ടിൽ നമ്മുടെ ചാച്ചനും അമ്മച്ചിയൊക്കെ ഇവിടെ എത്തി. അവർ ഇവിടുത്തെ വികാരി അച്ഛനൊക്കെ കൂടിയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ AKCC, അതുപോലെ തന്നെ മാതൃവേദി, അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെയാണ് ഇതിന് മുൻകൈ എടുത്തത്. ഇനി നമ്മുടെ ഈ അമ്മച്ചിയെയും ചാച്ചനെയൊക്കെ നോക്കുന്നത് ഇവരാണ്. അപ്പോൾ AKCCയുടെ കൊറോന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്ത് പറയുന്നു? ഈ സംഭവം നമ്മൾ മിനിഞ്ഞാന്നാണ് അറിയുന്നത്, പത്രവാർത്ത. അതിനു മുമ്പ് ശ്രീഭാഷ്കറിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. അതിനുശേഷം ദീപിക പേപ്പറിലെ വാർത്ത അറിഞ്ഞപടി തന്നെ ഗ്ലോബൽ സമിതി അംഗം വിളിച്ചറിയിക്കുക ചെയ്ത് ബെന്നി പുതിയാമ്പുറം. അപ്പോൾ തന്നെ വികാരി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു. അച്ഛൻ പറഞ്ഞു പിടിച്ചോ, കേസ് പിടിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള മേരി ചേച്ചിയും ബേബി ചേട്ടനും ബെന്നിയും എല്ലാം പിന്നെ മത്തായി എല്ലാം ആയിട്ട് മല കയറുകയുണ്ടായി. മിഞ്ഞാന്ന് അവിടെ ചെന്ന് സംസാരിച്ചു. ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു അമ്മ വീടുണ്ട്. അതിന് മുമ്പ് അതിൻ്റെ തലേ ദിവസം ഈ വീടിൻ്റെ ഉടമ സിസ്റ്റർ മേരി, ആള് ഡോൺ ബോസ്കോ സഭയിലെ സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട് ഉപയോഗിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പിന്നെ പെട്ടെന്നായിരുന്നു. 2 ദിവസം കൊണ്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ, പിന്നെ ജോൺ പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ, AKCCയുടെ നേതൃത്വത്തിൽ മാതൃവേദിയും അതിനോടൊപ്പം നിന്നു. എല്ലാ കാര്യങ്ങളും ഇന്നലെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം മാതൃവേദിയുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. അപ്പോൾ ഈ നാട്ടുകാർ ആനപ്പന്തി ഇടവക ഏറ്റെടുത്ത പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ദുരന്ത സമയത്ത് ഒരു കുടുംബത്തെ കിട്ടി. നമുക്കൊന്നും അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല, അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു കുടുംബത്തെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരുടെ ഇടവകക്കാരുടെ എല്ലാം സഹായത്തോടു കൂടിയിട്ട് ഇവരെ ഞങ്ങൾ സംരക്ഷിച്ച് കൊണ്ടുപോകും. ഒരു പുതിയ അവർക്കൊരു വീട് ആവുന്നോടം വരെ ഇവിടെ അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ മാതൃവേദിയുടെ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ പേര്? ഷിജി. എന്താണ് ഈ ഒരു ദിവസത്തെ കുറിച്ച് പറയാനുള്ളത്? ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ ഈ വയനാട്ടിലുണ്ടായ ദുരിതത്തെക്കുറിച്ച് അവർക്ക് വേണ്ടി ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു അറിയിപ്പ് കിട്ടുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഷായിച്ചേട്ടൻ വിളിച്ചു, പിന്നെ അച്ഛൻ വിളിച്ചു. ഇങ്ങനെ ഒരു പത്രത്തിൽ വാർത്ത കണ്ടു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവനം ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല. മറ്റൊന്നും ഞങ്ങൾ ചിന്തിക്കാതെയാണ് ഇതിന് മറുപടി കൊടുക്കുന്നത്. പിന്നെ ഉടനെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ വന്നു ക്ലീൻ ചെയ്തു. ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മാതാപിതാക്കളെ ഞങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെയാണ്. സന്തോഷം. ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട്, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഇവിടെയുള്ള അമ്മമാരെല്ലാവരും കൂടെ. മാതൃവേദി ശക്തമാണ്. ഒപ്പം ഞങ്ങളുടെ കൂടെ ചേരുന്ന ബിജു അച്ഛൻ, ഞങ്ങളുടെ ആനിമേറ്റർ ഒപ്പം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഉള്ളത്. AKCCയുടെ ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ദിനം വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയുന്നത്? ഇവിടെ സൂചിപ്പിച്ചാൽ ഏറെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് വളരെ പ്രതിസന്ധിയിലായ ഒരു ചാച്ചനെയും അമ്മച്ചിയും, അതും വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ ഭീഷണിയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ വലിയ പ്രയാസങ്ങളും നേരിടുന്ന സമയത്ത് ഇതൊരു മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകരോട് നന്ദി പറയാൻ വേണ്ടി അവസരം ഉപയോഗിക്കുന്നു. അവരുടെ വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത് പൊതുസമൂഹം അറിയുകയും, അങ്ങനെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെ ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റും കുന്നത്ത് ഫോറനോട് ചാർജ് വഹിക്കുന്ന ആനപ്പന്തിയുടെ പ്രസിഡന്റ് ശ്രീ ഷാജു എന്നെ വിളിക്കുകയും ഞങ്ങളങ്ങനെ പരസ്പരം സംസാരിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു വീട് ഇങ്ങനെ നമുക്ക് ലഭ്യമാണെന്ന് അറിഞ്ഞു. അതിനുശേഷം 2 വികാരിച്ചന്മാരെയും വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ സംഘടനയുടെ ഭാരവാഹികളുമൊക്കെ ചേർന്നുകൊണ്ട് ഇവരുടെ വീട്ടിൽ പോയി അവരെ സന്ദർശിച്ചു. അച്ഛൻ്റെ വികാരിച്ചൻ്റെ സ്ഥാനത്ത് തന്നെ അവരോട് അഭിപ്രായങ്ങൾ തേടി, അവർ താല്പര്യമാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വീട് നമുക്ക് സാധ്യമാണെന്ന് ഞങ്ങളവരോട്
അറിയിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ബഹുമാനപ്പെട്ട മെമ്പർ ബിജോയ് മെമ്പറാണ് ഈ വിഷയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും അവരുമായിട്ട് അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം കമ്മിറ്റി കൂടി വികാരിച്ചമാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ ചേർന്ന് അവരെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കാമെന്ന് അവർ പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആനപ്പന്തി ഇടവക കൂട്ടായ്മയും അതോടൊപ്പം പിന്നെ മാതൃവേദിയും എക്സസിയും ഈ നാട്ടിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാം. ഇവിടെ അവർ വന്നപ്പോൾ തന്നെ ഏറെ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട അടിസ്ഥാന സേവനങ്ങൾ ഒരുക്കുകയും ചെയ്ത് ഈ പ്രദേശത്തുള്ള ഈ ഇടവക്കാർ ആനപ്പന്തി ഇടവക്കാരെ അവിടെ വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നമുക്കിവിടെ പ്രകടമാണ്. അവരേറെ സ്നേഹപൂർവ്വം വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ അവർ സ്വീകരിച്ച് ഇപ്പം അവരെ നമ്മളിവിടെ ഈ വീട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇനി പുതിയൊരു സംവിധാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവർക്ക് സ്ഥലം ഓഫർ വന്നിട്ടുണ്ട്. വീട് വെച്ച് കൊടുക്കാനുള്ള സാമ്പത്തിക സാധ്യതകൾ പല ആൾക്കാരും നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അവർ സ്വന്തമായി ഒരു ഭവനം പണി തീർത്ത് കൊടുത്ത് അവരെ അവരുടെ ഭവനത്തിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കത്തോലിക്ക കോൺഗ്രസിൻ്റെയും ഇവിടുത്തെ പ്രദേശവാസി ജനകീയ കമ്മിറ്റിയുടെയും ആനപ്പന്തിയും പാലത്തിൻ്റെ ഇടവക വികാരിച്ചമാരുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും നടത്തും. അതിനുവേണ്ട എല്ലാ പിന്തുണയും മാതൃവേദിയുടെയും കത്തോലിക്ക കോൺഗ്രസിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും മീഡിയയുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും പൊതുപ്രവർത്തകരുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇവർക്ക് വരും ദിവസങ്ങളിൽ ഏറെ സുഖദായകവും ആനന്ദപ്രദായകവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ വളരെ ഒരു സന്തോഷ നിമിഷത്തിലാണുള്ളത്. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പര ഈ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും വീട്ടിലേക്ക് യാത്ര തിരിച്ചത് ഈ ജീപ്പിലാണ്. ഇത് ഒരു ചെറിയ ഒരു രഥമാണ്, ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ള ഈ വണ്ടിയാണ് നമ്മളെ അവിടെ എത്തിച്ച് അവരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുൻകൈ എടുത്തത്. അപ്പോൾ ഈ വണ്ടിനെ കൂടി നമ്മളൊന്ന് പരിചയപ്പെടുത്തണം. അപ്പോൾ ഇതിന് നമ്മളെ ഈ പരമ്പര ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിച്ചത് നമ്മുടെ പാലത്തുകടവ് മെമ്പറാണ് വിജയ് സാറാണ്. അപ്പോൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഈ ചാച്ചനെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ അതിഥിരെയും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത വിജയേട്ടന് ആദ്യം തന്നെ ഏജനറ്റ് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദിനമാണ് ഇന്ന്. ഈ ഒരു രണ്ടുപേരും ഇപ്പോൾ അമ്മ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷം എങ്ങനെ നോക്കിക്കാണും? ഞാനിന്ന് എൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടും കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു കന്നലിക്കാട്ടിൽ ജോർജ് ഏട്ടൻ്റെയും റോസമ്മ അമ്മച്ചിയുടേതും. അവിടുന്ന് അവർക്കൊരു വിടുതിക്ക് അതിന് ഞാൻ നിമിത്തമായി എന്നുള്ളത് എനിക്കേറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന് നമ്മളോടൊപ്പം നിന്ന് കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഏജനറ്റ്, ശ്രീവേഷ്കർ, വീഡിയോഗ്രാഫർ, അതുപോലെ ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരിച്ചേച്ചി, ഞങ്ങളുടെ മദർ സുപ്പീരിയർ, അതുപോലെ തന്നെ മാതൃവേദിയുടെ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഇടവക്കാർ, കമ്മിറ്റിക്കാർ, ഇവരെല്ലാം വളരെ സജീവമായി നിന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കച്ചേരിക്കട ഉടകളിൽ നിന്നുള്ള എൻ്റെ ഫ്രണ്ട്സ്, അവർ ഇതിനു മുമ്പ് ആ വീടുകളിൽ പോവുകയും അവരാണ് ഇതിനെനിക്കൊരു പ്രചോദനമായത്. ശരിക്കും അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ നിങ്ങളെ കാണാനും ഒരു വാർത്ത പുറത്തേക്ക് വിടാനും കാരണമായത്. അവർ പിന്നെ വാവച്ചനുണ്ട്, ബെന്നിയുണ്ട്, ജോബിയുണ്ട്, സാവുച്ചേട്ടനുണ്ട്, അതുപോലെ തന്നെ ജോജോ ഉണ്ട്, ബിജു ഉണ്ട്, ഡിൽജ ഉണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരെല്ലാവരും വന്നു. അവരാണ് നമുക്ക് ഇവിടെ ഇന്നത്തെ ഒരു മാസത്തേക്കിനുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ഇവർക്കുള്ളത് എത്തിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതിലേറെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആനപ്പന്തി കരുണാമയനായ ഇടവകപ്പള്ളി അവിടുത്തെ ബിജു അച്ഛനെയും അവിടുത്തെ AKC ഭാരവാഹികളെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരെയും അതുപോലെ കുടുംബശ്രീ, മാതൃവേദി സിസ്റ്റേഴ്സ്, ഇവരോടാണ് ശരിക്കും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഇവരെ ഈ ചാച്ചനെയും അമ്മച്ചയും ഭംഗിയായി നോക്കാമെന്ന് വാക്ക് പറയുകയും ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് ഇവരുമായിട്ട് സംസാരിച്ചു. അതുപോലെ ഈ വീട് കണ്ടു, എല്ലാം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ ഈ മാതൃവേദി പ്രവർത്തകരായിട്ടുള്ള ഇവർ രാവിലെ 7 മണിക്ക് അവരുടെ വീട്ടിൽ ചെന്ന് ഈ ചാച്ചനെ അമ്മച്ചയും റെഡിയാക്കി ആണ് ഇവിടെ നമുക്കിപ്പോൾ എത്തിച്ചേരാൻ പറ്റിയത്. അതുപോലെ തന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് നമ്മളൊരു താൽക്കാലികമായ ഒരു സംവിധാനമാണ്. ഇവർക്ക് ഒരു പുതിയ വീട് ഉറപ്പായിട്ടും നമുക്ക് സുമനസ്സുകളുടെ സഹായത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. അതിന് സ്ഥലം തരാമെന്ന് ഇപ്പം തന്നെ 2 പേര് സ്ഥലം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായം തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇനി ഇവരുടെ ഭാവിയിലേക്കുള്ള ചെലവിനുള്ള പൈസ കണ്ടെത്താനും ഒത്തിരി പേര് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ രക്ഷാധികാരിയായി ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൺവീനറും ചെയർമാനും ആയിക്കൊണ്ട് അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും നാളെ മറ്റന്നാളേക്ക് വരും. അത് ഇവരുടെ സമ്പൂർണ്ണമായ ജീവിത അവസാനം വരെ ഇവരെ പൂർണ്ണമായി സംരക്ഷിച്ചു പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടായി ചെയ്യും. ഇത് ഇപ്പോൾ ഒരു ഇടയ്ക്ക്
ഒരവസരം ശരിക്കും പറഞ്ഞാൽ ആനപ്പന്തിക്കാർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇവർ നമ്മൾ വീടായി കഴിയുമ്പോൾ ഇവരെ അങ്ങോട്ട് മാറ്റാം. അതിന് ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടാവും. ഇപ്പോൾ അച്ഛനും അമ്മേനെ ഇവിടെ ചാച്ചനും അമ്മച്ചേനും ഇവിടെ എത്തിച്ചു. ഈ ഒരു നിമിഷം സന്തോഷം. പ്രത്യേകിച്ച് ഏജന്റുകാരെ മറക്കാൻ പറ്റില്ല. അതുപോലെ മെമ്പറിനെ എല്ലാവരെയും, മേരി മെമ്പറുണ്ട്, ഇടവക്കാരുണ്ട്, പാറത്തിങ്കടവ്, കച്ചേരിക്കടവ് ഭാഗത്തുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പം അവർ വലിയ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്നെല്ലാവരും അറിഞ്ഞ് ഇവൻ്റെ വീട് ഇവിടെ ഇങ്ങനെ സൗകര്യം ലഭിച്ചതൊക്കെ. ഒരു സന്തോഷത്തിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ദിനം തന്നെ പറയാം. അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. തുടർന്നും സഹകരിക്കുക. മലയോരത്തിൻ്റെ ചാനലായ ഏജാൻറ്റ് ചാനലിനോട് ആദ്യമായി തന്നെ ഞങ്ങളുടെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ മെമ്പറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ലോകം അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതറിഞ്ഞതോടുകൂടി ആനപ്പന്തി ഇടവക നമ്മളോടൊപ്പം നിന്ന് പാലത്തുംകടവിനെ അങ്ങ് ഏറ്റെടുത്തതുപോലെ ഈ ചാച്ചനെയും അമ്മച്ചിയും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ദുർഘടം പിടിച്ചൊരു സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. എപ്പോഴും പോയി ആർക്കും കാണാനോ ഒന്നും സൗകര്യമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ആനപ്പന്തിക്കാർ ചെയ്ത ഈ നല്ല മനസ്സിന് ഒത്തിരിയേറെ നന്ദി അറിയിക്കുന്നു. ബിജു അച്ഛനെ അടക്കം ഇവിടുത്തെ മാതൃവേദിക്കാരെ എന്തിനും തയ്യാറായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴും പറഞ്ഞു ഞങ്ങളെല്ലാം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. ഇനിയും ഞങ്ങൾ ഇവരെ ഉപേക്ഷിച്ച് പോകുന്നില്ല. ഞങ്ങൾ പറ്റുന്ന സമയങ്ങളെല്ലാം ഇവിടെ വന്ന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ്. വളരെ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇപ്പോൾ ഏജനറ്റ് ഇപ്പോൾ ശരിയാക്കി തരാൻ ടീമുള്ളത്. ഏജനറ്റിൻ്റെ മെമ്പേഴ്സ് ഒക്കെ ഉള്ളത് വളരെ ഒരു എല്ലാവരും നമ്മൾ അഭിനന്ദിച്ചു. കാരണം ഇങ്ങനത്തെ ഓരോ വാർത്തകൾ ചെയ്യുമ്പോൾ ആ വാർത്ത ഫലം കണ്ട് തുടങ്ങുമ്പോൾ ചെയ്യുന്നവർക്ക് തന്നെ ഒരു മനസ്സിനൊരു സംതൃപ്തിയാണ്. അപ്പോൾ നമ്മോടൊപ്പം ഈ വാർത്തയിൽ നമ്മുടെ ഈ വാർത്ത ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പരയിൽ ഈ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ബുദ്ധിമുട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഇരിട്ടിയുടെ ദീപിക റിപ്പോർട്ടറും അതുപോലെ തന്നെ നല്ലൊരു എഴുത്തുകാരനും കൂടിയായ ബിജു പരിക്കപ്പള്ളി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ ബിജുവേട്ടനുണ്ട്. ബിജുവേട്ടാ, ഈ ഒരു സുന്ദര നിമിഷത്തിൽ എന്താണ് ബിജുവേട്ടന് പറയാനുള്ളത്? മിഷൻ കംപ്ലീറ്റഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താൽക്കാലികമാണെങ്കിലും ആ ദുരിത പർവ്വത്തിൽ നിന്ന് ഇവരെ താഴേക്ക് ഇറക്കുന്നത് അത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, നമ്മളവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അതിൻ്റെ ആ തീവ്രത നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു 2 ദിവസം കൊണ്ട് ഒരു വാർത്ത ഫലം കാണുമ്പോൾ അതിന് നമുക്ക് ലഭിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ആരോടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മനസ്സിന് ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു ഇതാണ്. ഇപ്പം രാവിലെ തുടങ്ങി നമ്മൾ 9 മണി തുടങ്ങി നമ്മളിതിൻ്റെ ഒപ്പമുണ്ട്, ഇവരുടെ ഒപ്പമുണ്ട്. ഇവർ ചെയ്യുന്ന ഓരോ ഓപ്പറേഷനും നമ്മൾ ഒപ്പമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ, നമുക്ക് അതിനൊന്നും വിലമതിക്കാൻ പറ്റുന്നില്ല. അവർ തരുന്ന ഒരു സന്തോഷം നിറഞ്ഞ ഒരു വാക്ക് നമുക്ക് വിലമതിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതിൽ എനിക്കിപ്പോൾ കൂടുതൽ ഈ ഒരു സംഭവത്തിൽ എനിക്ക് കൂടുതൽ നന്ദി പറയാനുള്ളത്, നമ്മളിത് കാണാതെ ഇത് നമ്മൾ ഇപ്പം ഞാൻ വന്നു, ശ്രീഭാസ്കർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിന് പുറകിൽ ഏജൻറ്റിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അവരെ പറയാതിരിക്കാൻ എനിക്ക് ഒരു നിർവാഹമില്ല. ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ക്യാമറ ചലിപ്പിക്കുന്ന നമ്മുടെ ഷിജോ അബ്രാവുണ്ട്, പിന്നെ എഡിറ്റർ ഹരിയുണ്ട്, പിന്നെ നമ്മുടെ ടെക്നിക്കലായി സപ്പോർട്ട് ചെയ്യുന്ന സൂര്യയുണ്ട്, അവിടെ ആബിത്തുണ്ട്. ഇവരൊക്കെ അതിൻ്റെ പുറകിൽ നമ്മൾ എടുക്കുന്ന ഒരു വാർത്ത അതിനെ വാർത്തയായിട്ട് വെളിയിലോട്ട് എത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും മനോഹാരിത, അതിൻ്റെ ആവശ്യകത മനുഷ്യന് മനസ്സിലാകുന്നത്. പിന്നെ വേറൊന്നും കൂടി എനിക്ക് ഓർമ്മിക്കാനുള്ളത്, ഈ ഒരു അവസരത്തിൽ നമ്മുടെ വാർത്തയ്ക്ക് പുറകിൽ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്തവരുടെ ഒരു നല്ലതുണ്ട് ചീത്തയുണ്ട്. അത് രണ്ടും ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കാണുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സംഭവം എന്താണ്, അതിൻ്റെ തീവ്രത എന്താണെന്ന് അറിയാതെ അവരുടെ അബദ്ധം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില കമൻറ്റുകൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനോ അതിനെ മതവൽക്കരിക്കാനോ ശ്രമിക്കുന്ന ഒരു അബദ്ധമായ ചില കമൻറ്റുകൾ ഞാൻ അതിൻ്റെ പുറകിൽ കണ്ടു. ദയവ് ചെയ്ത് നിങ്ങൾക്ക് പ്രതികരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതികരിക്കാം. പക്ഷെ നമ്മളൊരു ആവശ്യത്തെ ഒരു ജനത്തിന് നമ്മൾ വാർദ്ധക്യം എന്ന് പറയുന്നത് എനിക്ക് വരാം, നിങ്ങൾക്ക് വരാം, നാളത്തെ നമ്മുടെ എല്ലാവർക്കും വരുന്നൊരു സാഹചര്യമാണ്. ആ വാർദ്ധക്യത്തിൽ ഞാൻ ചെയ്യണം, ഭരണകൂടം ചെയ്യണം എന്നുള്ളതല്ല, നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇതിൽ പ്രത്യേകം ഓർക്കേണ്ടത് എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ബിജോയ് പ്ലാത്തോട്ടത്തിനാണ്. ബിജോയ് പ്ലാത്തോട്ടം ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടെന്ന് സൂചിപ്പിച്ചപ്പോൾ ഈ ഉരുൾപൊട്ടലും കേരളം ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മലയുടെ അങ്ങേറ്റം ഫോറസ്റ്റിനോട് ചേർന്ന് ഈ ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ കഴിയുന്ന ഇവരെക്കുറിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനാണ് ബിജോയോട് പറഞ്ഞ് നമുക്കത് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കയറിപ്പോയപ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലായത്. ആ ബിജോയെ മെമ്പർ എന്ന രീതിയിൽ ബിജോയ്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരി ചേച്ചി, ഇവരൊക്കെ എടുത്ത ഫോട്ടോകൾ ഇവരെ കയറിപ്പോകുന്നത് ഒക്കെ ഭയങ്കര ഒരു ദയനീയമായ ഒരു അവസ്ഥയിൽ നമ്മൾ അവരെയൊക്കെ വളരെ അങ്ങേയറ്റം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഇപ്പം
ആനപ്പന്തി ഇടവക വികാരിയച്ഛൻ, ഇവിടുത്തെ പിന്നെ ഭക്തസംഘടനകൾ, AKCC, അതിൻ്റെ ഭാരവാഹികൾ, അവർ മാതൃവേദി, അവരുടെയൊക്കെ ആ എഫോർട്ട്, അവരെ നമ്മൾ ഈ വാർത്ത വന്ന് 2 ദിവസം കൊണ്ട് ഒരു തീരുമാനമായി ഇവരെ ഇത്രയും നല്ലൊരു വീട്ടിലോട്ട് എത്തിക്കുക, ആ സാഹചര്യത്തിൽ നിന്ന് അവർ ഇങ്ങോട്ട് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും അപ്രാപ്യമായ നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഓർമ്മിക്കേണ്ടത്, ഈ വാർത്ത വന്ന പിറ്റേ ദിവസം നമ്മളെ വിളിച്ച് സ്ഥലം തരാമെന്നും വീട് വെച്ച് തരാമെന്നും നേരിട്ട് വിളിച്ച് പറഞ്ഞ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത 2 വ്യക്തികളുണ്ട്. അത് എൻ്റെ സ്വന്തമാണ്, എൻ്റെ ബന്ധുവാണ്, എൻ്റെ സുഹൃത്താണ്. എല്ലാ 2 പേര് ഇങ്ങോട്ട് വീട് വെച്ച് തരാമെന്നും സ്ഥലം തരാമെന്നും, ഇവർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉടനെ തന്നെ ഉണ്ടാകും. ഏതായാലും വളരെ അങ്ങേയറ്റം ജീവിതത്തിലെ ജോലിയിൽ ഇറങ്ങി 1.5 വർഷമാകുന്നു. അതിൽ കിട്ടിയ ഏറ്റവും ധന്യമായ ഒരു നിമിഷം എന്ന് ഞാൻ കാണുകയാണ്. ഓക്കെ, ഇനിയും നമ്മൾ ഇതേപോലെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വാർത്തകൾ ചെയ്ത് ഒരുപാട് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രേക്ഷകരുടെയും അധികൃതരുടെയും ഒക്കെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആരംഭിച്ചത് ഒരു മറ്റേ മുടിക്കയത്തുള്ള ഒരു കപ്പളയുടെ മുന്നിൽ നിന്നായിരുന്നു. ഒരു ദൈവ അനുഗ്രഹത്തോടു കൂടി ഒരു വാർത്ത ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. അതേപോലെ തന്നെ ആ വാർത്ത താൽക്കാലികമായി ഫലം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് മാതാവിൻ്റെ മുന്നിലാണ്. എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിലുള്ള ആളാണ് നമ്മുടെ ഷിജോ അബ്രഹാം എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഷിജോ അബ്രഹാം. അപ്പോൾ നമ്മുടെ വാർത്ത ഫലം കണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്? നമ്മുടെ മനസ്സിനൊരു സുഖം, അവർക്കൊരു വീടായി, ബാക്കിയുള്ളവരും കൂടെ സഹായിച്ചാൽ നല്ലൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നൊരു വാർത്തയ്ക്ക് ഫലം കാണുമ്പോൾ നമുക്കുള്ളൊരു സുഖം. ഇത് ക്യാമറയിൽ എടുക്കുമ്പോൾ അവരുടെ അവസ്ഥയുടെ പോയി കാണേണ്ടതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അവരുടെ അവസ്ഥ. അതാണ്, അതിന് ഫലം കണ്ടു, അത് സന്തോഷമായി. അപ്പോൾ ഏജന്റ് ടീമൊക്കെ ഇന്ന് ഒരു ദിവസത്തിൽ സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ ഇനിയും മറ്റ് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി നാട്ടുകാരുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്കും അധികൃതരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ എപ്പോൾ ഉണ്ടാവും. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 3 നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ്. വരൂ, അനുഭവിച്ചറിയൂ വിശാലതയുടെ, വിലക്കുറവിന്റെ, വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച. സ്നേഹപൂർവ്വം തലാൽ മാർക്കറ്റ്, മെയിൻ റോഡ്, ഇരിട്ടി.